ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 മുട്ടയും ഓട്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വയ്ക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത്. ഓട്സ് നമുക്ക് 1 കപ്പ് ഓട്സ് എടുക്കാം. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഓട്സ് എടുക്കുമ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ വെക്കണം കേട്ടോ. ഇതൊന്ന് കുതിർന്ന് കിട്ടുന്നത് വരെ വെക്കുക. ചിലപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചോപ്പാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ടാക്കിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ സവാള ഇതിലേക്ക് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയില മതിയെങ്കിൽ മല്ലിയില യൂസ് ആക്കാവുന്നതാണ്. ഞാൻ കറിവേപ്പിലയാണ് യൂസ് ആക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ഇതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് കട്ടാക്കി എടുത്തിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം പാടെ ഒന്ന് കട്ടാക്കി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായി ഒന്ന് വലിച്ചിട്ട് കിട്ടണില്ല. അത് ഒന്ന് ഇതിൻ്റെ ബ്ലേഡിൽ വന്നിട്ട് അത് പ്രസ്സായി കിടക്കുന്നതുകൊണ്ടാണ്. ഒന്ന് കുലുക്കി റെഡിയാക്കിയതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് നല്ല ചെറുതായിട്ട് ചോപ്പായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകും തക്കാളിയും ഇതിൽ തന്നെയാണ് നമ്മൾ ചോപ്പാക്കി എടുക്കുന്നത് കേട്ടോ. ഞാൻ എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ്, അതുകൊണ്ടാണ് 1 മാത്രം ചേർത്തത്. നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഒരു തക്കാളിയും എടുക്കാം. 1 കപ്പ് ഓട്സ് എടുക്കുമ്പോഴാണ് ഈ ബാക്കി എല്ലാ ചേരുവകളും ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഓട്സൊക്കെ എടുത്തിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. മുട്ടയും നമ്മൾ ഈ ചോപ്പറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് വലിച്ച് ഒന്ന് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഈ വെജിറ്റബിളും മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായി വന്നോളൂ കേട്ടോ. നമ്മൾ ഒരുപാട് പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചോപ്പറിൽ തന്നെ എല്ലാം അതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറേ നേരം ഒന്നും വലിക്കേണ്ട, ഒരു 5-6 പ്രാവശ്യം തന്നെ വലിച്ചാലും മുട്ടയും നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം മിക്സായി കിട്ടിക്കോളും. വെജിറ്റബിളിൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് പതഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ചോപ്പാക്കിയിട്ട് അതിലേക്ക് മുട്ടയും ചേർത്ത് ഒന്ന് അടിച്ചാൽ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ചോപ്പറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. മിക്സിംഗ് ഒക്കെ ഈ ചോപ്പറിൽ തന്നെ നടക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഉപ്പൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഈ നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള മുട്ടയുടെ ഈ മിക്സ് നമ്മളിതാ ഓട്സ് ഇവിടെ പുതിരാൻ വെച്ചിട്ടില്ലേ, ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുവിധമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളവും യൂസ് ആക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്തിട്ടുള്ള ഉപ്പെല്ലാം ഓട്സിലും എത്തുന്ന രീതിയിൽ എല്ലാം കൂടി ഈ വെജിറ്റബിളും മുട്ടയും ഓട്സും എല്ലാം നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് ബട്ടറും വേണമെങ്കിൽ ബട്ടറും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് 2-3 പ്രാവശ്യമായിട്ട് നല്ല നൈസാക്കി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിത് ഒന്നായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒറ്റ ഒരു ഓംലേറ്റ് മാതിരി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഹെൽത്തിയുമാണ്, കാണാൻ ഭംഗിയുമാണ്, കഴിക്കാൻ ടേസ്റ്റുമാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരുന്ന ചുവന്ന മുളകെന്ന് ചതക്കിയെടുത്തതാണ്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു ഭാഗം എനിക്കൊരു 6 മിനിറ്റ് കൊണ്ടാണ് റെഡിയായി വന്നത്. ഇത് നന്നിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നമ്മൾ ഈ മുകളിലെ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പം ഓയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടോ, വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരുടെയും ആക്കിയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം നേരം വൈകി കഴിഞ്ഞേക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. കണ്ടോ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. മാഷാല്ലാ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഓട്സൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ഒരു ഓംലേറ്റ് മാതിരി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് നല്ലോണം ചൂടൊക്കെ മാറിയിട്ട് ഇതുപോലെ കട്ടാക്കി എടുത്താൽ മതി. നല്ല ചൂടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം എടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നന്നായിട്ട് ആവിയൊക്കെ പാറുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വീഡിയോയിൽ ഇത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. കണ്ടോ, നന്നായിട്ട് ചൂടാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓട്സും മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.